ഹായ് മച്ചാമാരെ, നമ്മുടെ വീഡിയോ ഏതിട്ടാലും അതിൻ്റെ താഴെ വന്ന് ചില കമൻറ്റോളികൾ കമൻ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ 2500-ഉം 1500-ഉം ഒക്കെ സർവീസ് ചാർജ് വാങ്ങിച്ച് ഡ്രൈവർമാരെ പറ്റിക്കുന്നു എന്ന്. ആദ്യമായി ഈ വണ്ടിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓടിക്കുന്ന ഈ പായ്പ്ര കുഞ്ഞൻ ഏഷ്യർ 3018 പ്രോയിൽ ഇതുവരെ 5 പേരാണ് വന്ന് കൈ തെളിഞ്ഞിട്ട് പോയത്. നിങ്ങൾക്കറിയാം, ആ 5 പേരും എൻ്റെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ്. ആദ്യത്തെ ആള് വൈക്കംകാരനായ യദു, രണ്ടാമത്തെ ആള് മുർഷിദ് കൈ തെളിയാനല്ല, ഗൾഫിൽ നിന്ന് വന്നപാടെ എൻ്റെ കൂടെ ഒരു ട്രിപ്പ് വരാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ്. മൂന്നാമത് പെരിന്തൽമണ്ണക്കാരനായ സിദ്ദീഖിക്ക. അതിനുശേഷം വന്നത് കൊല്ലത്തുള്ള സെയ്ദ്. പിന്നെ നമ്മളോടൊപ്പം ചേരുന്നത് തൃശ്ശൂര് വലപ്പാടുള്ള ജോസഫ് എന്ന സുഹൃത്ത്. ഇവരൊക്കെ എൻ്റെ വെൽവിഷറാണ്, എൻ്റെ ഫോളോവറാണ്. ഞാൻ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ച് അല്ലെ പ്രതിഫലം മോഹിച്ച് പൈസ മേടിക്കുന്ന ഒരാളാണ് എങ്കിൽ എൻ്റെ ഈ വണ്ടിയിൽ ഞാൻ ഈ കൈതെളിയാനായിട്ട് ഈ വിളിച്ചോണ്ട് പോയ 5 സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും എനിക്ക് ഭീമമായ തുക അവരിൽ നിന്നും മേടിക്കാമായിരുന്നു. യദു, മുർഷിദെ, സിദ്ദീഖിക്ക, സെയ്ദെ, അതുപോലെ തന്നെ ജോസഫെ, നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 1 രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റായി രേഖപ്പെടുത്താം. മറിച്ച് ഞാൻ നിങ്ങളുടെ ചെലവ് നോക്കിയോ, നിങ്ങൾ എൻ്റെ വണ്ടിയെ വന്നിട്ട് അത്യാവശ്യം കൈ തെളിഞ്ഞോ, മൂന്നാമത് നിങ്ങൾ ഈ വണ്ടി വിട്ട് പോകാൻ നേരത്ത് ഒരു സ്റ്റൈഫൻഡ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വണ്ടിക്കൂലിയെങ്കിൽ വണ്ടിക്കൂലി ഞാൻ തന്നോ, അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ പിണറായി വിജയൻ സാർ പറഞ്ഞതുപോലെ ഈ കൈ ശുദ്ധമാണ്, ശുദ്ധമായത് കൊണ്ടാണ് ശുദ്ധമായത് എന്ന് പറയുന്നത്. പിന്നെ പൈസ മേടിക്കുന്ന സാഹചര്യം, എല്ലാവർക്കും എൻ്റെ വണ്ടിയിൽ കൈതെളിയാൻ അവസരം എനിക്ക് നൽകാൻ സാധിക്കണമെന്നില്ല. അപ്പം മറ്റു പലരും നമ്മളോട് ഡ്രൈവറെയും കൈതെളിയാനുള്ള ആൾക്കാരെയും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ് മെസ്സേജ് അയക്കുകയും ഫോണിൽ കൂടെ നമ്മളെ ബന്ധപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കിത് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ കൺസൾട്ടൻസി തുടങ്ങിയത്. അപ്പോൾ ആ കൺസൾട്ടൻസിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചെലവ് വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുമായി സഹകരിച്ചു പോകാൻ ഞങ്ങളെ ബന്ധപ്പെടുന്ന എല്ലാ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ കൈതെളിയാൻ ആഗ്രഹമുള്ള ഡ്രൈവർമാരോടും നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ആരോടും നിർബന്ധം പിടിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സർവീസ് ചാർജ് അവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് താല്പര്യം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വിടുന്ന വണ്ടികളിലേക്ക് അവർ ഡ്രൈവർമാരായിട്ടും കൈതെളിയാനായിട്ടും പോകുന്നത്. അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ കവലയിലിറങ്ങി കണ്ടവന്റെ തപ്പി നടക്കുന്ന കമന്റോളികൾക്ക് മാത്രമാണ് കപ്പ്. അപ്പോ ആ കപ്പുള്ള മൊത്തവും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് രേഖപ്പെടുത്തി പോണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ വിളിക്കാം. അല്ലെങ്കിൽ ഭീകരമായ എന്തെങ്കിലും പ്രശ്നം എന്നെ കൊണ്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. എല്ലാത്തിനും ഇവിടെ നിയമവും നിയമവശങ്ങളും പോലീസും കോടതിയും ഒക്കെ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. വീണ്ടും പറയുന്നു, മടിയിൽ കനവില്ലാത്തവന് ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഓക്കേ.